ദൈവസ്നേഹത്തിന്റെ മഹാവിസ്ഫോടനം നടക്കുന്ന തിരുമണിക്കൂർ. ദൈവം നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ ഇടപെടുന്ന നിമിഷങ്ങൾ. പുത്രൻ പിതാവിനെ അർപ്പിക്കുന്ന പരമമായ ആരാധനയും ഉദാശയിൽ പങ്കുചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് സിസ്റ്റർ ആനി കാവാലത്തിനായി പ്രാർത്ഥിക്കാം. Come
ജൂബിലി വർഷം സീനായി മലയിൽ വെച്ച് വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശദീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. രണ്ടാം വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആസ്വദിക്കണമേ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കുവാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ദൈവം നൽകിയ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിത്യജീവിതം അതെല്ലാവർക്കുമുള്ള വിളിയാണ്. മാമോദീസായിലൂടെ ദൈവത്തിന്റെ പുത്രസ്ഥാനത്തേക്ക് മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന വിളിയാണ് നിത്യജീവിതത്തിലേക്കുള്ള വിളി. എന്നാൽ ഈ നിത്യജീവിതത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിളി കൂടി ദൈവം ചിലർക്ക് സവിശേഷമായ വിധത്തിൽ നൽകാറുണ്ട്.
സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മളുടെ ഏതൊരു ശുഭാരംഭത്തിൻ്റെയും ആരംഭമായി നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയാണല്ലോ. ആ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് പ്രെയർ ഡാൻസിനായി കുമാരി റിയ മേരി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. ഭക്തിനിർഭരവും നയനാനന്ദകരവുമായ നല്ലൊരു പ്രെയർ ഡാൻസ് നമുക്കായി കാഴ്ചവെച്ച റിയ മേരി ജോസഫിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശിഷ്ട അതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മളുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് നമ്പിമഠത്തിൽ അച്ഛൻ, ഇന്നത്തെ ജുബിലറിയൻ സിസ്റ്റർ ആനി കാവാലം, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുനി വർഗീസ്, നമ്മുടെ അപ്പച്ചായൻ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് കാവാലം, റാണിമയുടെ മാതാപിതാക്കളായ അച്ഛൻ അമ്മച്ചി, നമ്മുടെ ആൻറ്റി സിസ്റ്റർ മേഴ്സി കാവാലം എന്നിവർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ സീറ്റുകൾ കരസ്ഥമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനിയും വളരെ പേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുണ്ടെങ്കിലും സ്ഥലപരിമിതികൾ മൂലം അവർക്കായി സദസ്സിന്റെ മുമ്പിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കും. നമ്മുടെ ഇടവകയുടെ പൗരോഹിത്യത്തിന്റെ മകുടമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന റെവറൽ ഫാദർ ജോസഫ് കൊല്ലാറ്, റെവറൽ ഫാദർ ഫിലിപ്പ് ഏർത്തേടം, മുൻ വികാരി റെവറൽ ഫാദർ ജോൺ, വാഴപ്പറമ്പിൽ അച്ഛൻ എന്നിവർ കൂടി സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും സമുന്നത വ്യക്തിയും പൗരോഹിത്യ ജീവിതത്തിൽ 45 വർഷം പിന്നിട്ട, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ വിശ്രമ ജീവിതമെന്ന തലക്കെട്ടോടുകൂടി വിശ്രമമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ ഏതൊരു ആവശ്യത്തിനും നമ്മോടൊപ്പമുള്ള ശാന്തനും അഗാധ പാണ്ഡിത്യത്തിനുടമയുമായ നമ്മളുടെ അപ്പച്ചായനെ സ്വാഗതം നൽകുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഈ ഇടവകയിൽ വികാരിമാരായി സേവനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വൈദികരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന റാണിയുടെ മാതാപിതാക്കളെ, ബന്ധുക്കളെ, അതുപോലെ തന്നെ ആര്യങ്കാവിൽ നിന്നും പുനലൂരിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്,
എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വലിയൊരു പ്രസംഗം പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരെയും എണ്ണി പറയുവാനും സാധിക്കുകയില്ല. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനും അതുപോലെ തന്നെ റാണിയെ അനുമോദിക്കുവാനുമായിട്ടാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഈ 25 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ റാണിയുമായി പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക വ്യക്തികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പ്രത്യേകിച്ചും അവളെ സന്യാസ ജീവിതത്തിലേക്കും ദൈവവിളിയിലേക്കും ഒക്കെ വളരുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ള വളരെ വൈദികരും സിസ്റ്റേഴ്സും ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദ്യമായി ഞാൻ വികാരിയത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം ജോലികളുണ്ടായിട്ടും നമ്മോടുള്ള സ്നേഹം കാണിക്കുവാനായിട്ട് അദ്ദേഹം ഇവിടെ സന്നിഹിതൻ ആകാമെന്ന് പറഞ്ഞുകൂടെ സന്നിഹിതനായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുബലിയും ആഘോഷിക്കുന്ന റാണിയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റാണിയില്ലെങ്കിൽ മീറ്റിംഗ് ഇല്ലല്ലോ. അതുകൊണ്ട് റാണിയെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. റാണിയുടെ മാതാപിതാക്കളെയും അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പറെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സ് ഇവിടെ ഈ മഠത്തിലെ മദറിനെയും അവിടുത്തെ എല്ലാ അംഗങ്ങളെയും അതുപോലെ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും സ്നേഹിതരെയും ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. ഹൃദ്യമായി സ്വാഗതം അരളിയ അപ്പച്ചായന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ജുബിലേറിയനായ റാണിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുജത്തി എന്ന നിലയിൽ എൻ്റെ 1-2 ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് എനിക്ക് മഠത്തിൽ ചേരണമെന്ന ആഗ്രഹം അച്ഛനോടും അമ്മച്ചിയോടും പറഞ്ഞപ്പോൾ റാണിമ മറുപടി അച്ഛൻ പറയുകയുണ്ടായി, ഇപ്പം പ്രീ ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ
നമ്മുടെ വള്ളഞ്ചിറയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ്. ഇന്നലെ രാത്രി വളരെ വൈകിയും ഓരോ കാര്യത്തിനായിട്ട് ഫോൺ വിളിക്കുകയും ഞങ്ങൾക്കായി ഫുൾ സപ്പോർട്ട് നൽകുകയും ചെയ്ത സിസ്റ്റർ ആൽഫി SHനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. സ്നേഹോപകാരം സമർപ്പിക്കുവാൻ മിസ്റ്റർ ജോബി ജേക്കബിനെ ക്ഷണിക്കുന്നു. സിസ്റ്റർ ആൽഫി പതിവ് പോലെ തന്നെ വളരെ തിരക്കുകൾക്കിടയിൽ ഓടി വരുന്നുണ്ട്. നമുക്ക് സിസ്റ്ററിനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റാണിയമ്മയുടെ ബാച്ച്മേറ്റ്സും നമ്മുടെ മഠത്തിലെ മുൻ മദറുമായ സിസ്റ്റർ ബ്ലസ്സി SHനെ സ്നേഹോപകാരം ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. സ്നേഹോപകാരം സമർപ്പിക്കുവാൻ മിസ്റ്റർ അനീഷ് ഷീപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ വികാരിയും ജാസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ നമ്മുടെ റവറൻഡ് ഫാദർ വർഗീസ് നമ്പിമഠത്തിലാണ്. ഇരട്ട റോളിൽ തൻ്റെ കർമ്മമണ്ഡലത്തിൽ വീരോചിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്കേവർക്കും പ്രിയങ്കരനായി തീർന്ന നമ്മുടെ വികാരി അച്ഛൻ റവറൻഡ് ഫാദർ വർഗീസ് നമ്പിമഠത്തിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി, ബഹുമാനപ്പെട്ട കവാലത്തിലച്ച, ബേബിച്ചായ റേസിംഗ് ആൻറ്റി മെമ്പർ, എൻ്റെ പ്രൊഫസർ കൊല്ലാറയച്ച, ബിനീഷച്ച, വാഴപ്പറമ്പിലച്ച, ജോൺ മർത്തിപ്പറമ്പിലച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, ബിനീഷച്ചൻ വചന സന്ദേശം നൽകിയപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞതെല്ലാം ബിനീഷച്ചൻ പറഞ്ഞുപോയി. ഞാൻ അപ്പം തൊട്ട് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ടെൻഷനിലായിരുന്നു. ഇനി എന്നാ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബിനീഷച്ചൻ പോയിട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും റെഫർ ചെയ്ത് ഒരേ പുസ്തകമായിരുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് എനിക്ക് ഈ വള്ളഞ്ചിറ പള്ളിയിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് വലിയ വൈദികരുടെ ഒരു നിരയുള്ള ധാരാളം സിസ്റ്റേഴ്സ് ഇടവകയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ പള്ളിയിൽ ഒരു ബിഷപ്പുണ്ട്, കാളിയാനി പിതാവുണ്ട്, നീണ്ട നിരയുള്ള അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. എൻ്റെ പള്ളി തന്നെ വേണമെങ്കിൽ എനിക്കൊരു രൂപതയാക്കി മാറ്റാം. പക്ഷേ ബിനീഷച്ച സമ്മതിക്കത്തില്ല എന്ന് കരുതിയാൽ എപ്പോഴും സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. പണ്ട് കുഴിപ്പിലച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ കുഴിപ്പിലച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഈ സന്യാസം? ആദിമ നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് ധാരാളം രക്തസാക്ഷികളുണ്ടായി. ഈ രക്തസാക്ഷിത്വം ഒരു കാലഘട്ടത്തിൽ നിന്നുപോയി. കാര്യം സഭയെ രാജ്യം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. ആ കാലയളവിൽ പക്കേമ്യൂസും ബെനഡിക്റ്റും ഒക്കെ തുടങ്ങിയ വിശുദ്ധരായ പിതാക്കന്മാര് തങ്ങളുടെ ജീവിതം തന്നെ രക്തസാക്ഷിത്വമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് മരുഭൂമികളിലേക്ക് പ്രാർത്ഥനയ്ക്കായി മറ്റുമായി പോയി. അങ്ങനെ സഭയെ രക്തസാക്ഷിത്വത്തിന്റെ മകുടം ചൂടിക്കുവാൻ, അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന്റെ ചൈതന്യം നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇന്നും സന്യാസികൾ തങ്ങളുടെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോകും. 25 വർഷം ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ രക്തസാക്ഷിത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നമുക്കറിയാം, SH കോൺഗ്രിഗേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് രക്ഷ സ്നേഹത്തിലൂടെയും സ്വയം നൽകുന്നതിലൂടെയും ആണ് എന്നാണ്. നമ്മുടെ സിസ്റ്ററിന്റെ ചേച്ചി പറയുന്നത് കേട്ടു, ഞാൻ എന്നെ തന്നെ സഭയ്ക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിലേക്ക് താല്പര്യപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ പറയുന്നുണ്ടെങ്കിൽ അത് SH കോൺഗ്രിഗേഷന്റെ ഫോർമേഷനാണ്. ഞാൻ കർത്താവിനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ജോലികൾക്ക് വ്യാപൃതിയായിരിക്കേണ്ടതാണ്.
ഞാൻ സന്യാസ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് മികച്ച രക്തസാക്ഷിത്വം ഞാൻ പകർന്നു കൊടുക്കുകയും, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 25 വർഷക്കാലം സിസ്റ്റർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തതിനെ നന്ദിയോടെ ഓർക്കാം. ഇപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധി ഏറ്റവും മഹത്വമുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം സിസ്റ്ററിനെയും അതോടൊപ്പം തന്നെ ബേബിച്ചായനെയും ഗ്രീസന്മാരെയും അവരുടെ മക്കളെ എല്ലാവരെയും ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹപൂർവ്വമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ആശംസകൾ. സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ പരിപാടികൾക്കും ഇന്നത്തെ എല്ലാവിധ കാര്യങ്ങൾക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സന്ദേശം നൽകിയ നമ്മുടെ വികാരിയച്ഛന് നന്ദി പറയുന്നു. റാണിക്ക് അംഗമായിരിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മഠത്തിലെ മുൻ മദറും ഇപ്പോൾ മാമ്പഴക്കരി മഠത്തിലെ മദറുമായ സ്വതസിദ്ധമായ ഒരു കുസൃതി ചിരിയോടുകൂടെ നമ്മളിൽ പലർക്കും തന്നെ പരിചിതയുമായ സിസ്റ്റർ മരിയ മാത്യു എസ്എച്ചിനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ആനി സിസ്റ്റർ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ. ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിൽ ആദ്യം കേട്ടൊരു വചനമുണ്ട്. കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ കസായ എടുത്തുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ജനങ്ങളുടെ മുൻപാകെ അവിടത്തേക്ക് ഞാൻ നേർച്ചകൾ അർപ്പിക്കും. സിസ്റ്റർ മേഴ്സി ആദ്യം തുടക്കത്തിലെ പറയുന്ന ദൈവവചനമാണ്. കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ചില കാര്യങ്ങൾ ചെയ്യുവാൻ. ആ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ ഈ മഹാ സന്യാസം എന്ന വിശിഷ്ട ദാനത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുവിയാരിച്ചിലൂടെ പറഞ്ഞു, സന്യാസം അതിൻ്റെ തുടക്കം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ അധ്യായം 3:13 തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടി. അതെ, ഈ ലോകത്തിൽ ബഹുമാനപ്പെട്ട ദീക്ഷ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി നിലകൊള്ളുവാൻ കർത്താവ് തെരഞ്ഞെടുത്തുയർത്തിയ ജീവിതങ്ങളാണ് ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതയും. കർത്താവിന്റെ മഹാസ്നേഹത്തിന്റെ മുൻപിൽ കൂപ്പുകൈകളോടെ നിൽക്കുവാനേ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി നിലകൊണ്ടുകൊണ്ട് അനേകരെ ദൈവരാജ്യത്തിന്റെ ആ വലിയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ഒരു അടയാളമായി, ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ ഈ പാവപ്പെട്ട മനുഷ്യരെ കർത്താവ് തെരഞ്ഞെടുത്തുയർത്തി. റാണിയോട് പറഞ്ഞ് ദീർഘിപ്പിക്കരുത്. എൻ്റെ റാണിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്നു മുതൽ ദൈവവചനത്തിനോട് ഒരു തീഷ്ണത ഈ സിസ്റ്റർ ആനിയിൽ കൂടിയുണ്ട്. അതുപോലെ അവരുടെ ബേബിച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മക്കൾ 4 പേരും ഒരു നല്ല അടിത്തറ കുടുംബത്തിലുണ്ട്. അപ്പച്ചായൻ്റെയും സിസ്റ്റർ ആനിയുടെയും ഒക്കെ അടിത്തറയിൽ നിന്നുകൊണ്ട് ബേബിച്ചനും ഗ്രേസമ്മയും കുഞ്ഞുങ്ങളെ വളരെ നന്നായിട്ട് പരിശീലിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഓർക്കാറുണ്ട്, ഇവർ 4 പേരിൽ ആരാണ് സന്യാസം തിരഞ്ഞെടുക്കുന്നതെന്ന്. എല്ലാവരും നല്ല പക്വതയാകുന്ന കുഞ്ഞുങ്ങൾ. മനോഹരമായി എനിക്ക് അവരുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കുശുമ്പോട് കൂടി ചിലപ്പോഴൊക്കെ ഞാൻ പിച്ചിപ്പറിക്കുകയൊക്കെ ചെയ്യും. അവൾ എപ്പോഴും എന്നോട് പറയുന്നു, കൊച്ചനിയത്തി അനിയും ജയിമോളുണ്ടെന്ന്. ഏറ്റവും ഇളയത് 3ാമത്തെയാണ് ബീനായും പിന്നെ നമ്മുടെ
വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന്റെ അടയാളമായി തന്നെ നിലകൊണ്ടു. ആത്മാർത്ഥമായി വിശ്വസ്തയോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ജോലി വിശ്വസ്തത പാലിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അടയാളമായി ജനമധ്യത്തില് നിലകൊണ്ടുകൊണ്ട് ഈ 25 വർഷം പൂർത്തിയാക്കി. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നേരുന്നു. ദൈവം സമൃദ്ധമായിട്ട് നിത്യതയിൽ എത്തുന്നവരെ കാത്തു സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കളെ കർത്താവിനായി നേടിത്തരാൻ വിശിഷ്ട ജീവിതം ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു അമ്മയുടെ സ്നേഹത്തോടു കൂടി ആശംസ എഴുതിയ സിസ്റ്റർ മരിയ മാത്യുവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള പരിപാടികൾ ഒരു 30 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. പരിപാടികൾ ഭംഗിയായി ആസ്വദിക്കുവാനായി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് മാറാവുന്നതാണ്. ഒരു മധുര ഗാനവുമായി നമ്മുടെ സ്വന്തം വാനമ്പാടി കുമാരി റീത്ത റോയ് വേദിയിലെത്തുന്നു.
സഹിച്ചു. ഇമ്പമാർന്ന ഗാനത്താൽ നമ്മെ എല്ലാം സന്തോഷിപ്പിച്ച റീത്ത റോയ്ക്ക് നന്ദി പറയുന്നു. അടുത്തതായി വളരെയേറെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ ഏതൊരു കാര്യത്തിനും ഓടിയെത്തുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുനി വർഗീസിനെ ആശംസകൾ അർപ്പിക്കാനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ പ്രസംഗകയൊന്നുമല്ല. കൊച്ചു പറഞ്ഞതുപോലെ വ്യഭിചാരമുള്ള സ്നേഹം കൊണ്ട് ഓടി വന്നതാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ യൂബിലി ആഘോഷിക്കുന്ന റാണിയമ്മ, പ്രിയപ്പെട്ട വ്യഭിചാരി ഗ്രേസിയാൻറ്റി, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ എല്ലാവരും പറഞ്ഞ് കഴിഞ്ഞു. 25 വർഷമായി സിസ്റ്ററായിട്ട് അതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് തമ്പുരാന് വേണ്ടിയിട്ട് തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്ത ആ മാതാപിതാക്കളാണ് ഇവിടെ ഏറ്റവും ബഹുമാന്യർ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തങ്ങൾ പോറ്റി വളർത്തി 15 വയസ്സ് വരെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ട് 15ാമത്തെ വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി ഞാൻ സിസ്റ്ററാകാൻ പോകാമെന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞു വിഷമമൊക്കെ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാവും. അതുതന്നെയാണ് വ്യഭിചാരം അവിടെ പ്രതിഫലിപ്പിച്ച് അനീതി കൊച്ചു പറഞ്ഞു കേട്ടു. മോളെ, നമുക്ക് പ്രീ ഡിഗ്രി കഴിയുമ്പോഴത്തേനും തീരുമാനം എടുക്കാനുള്ള നല്ല സമയമാണ്, അപ്പോൾ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ്റെ വിളി എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ കുഞ്ഞു റാണി പറഞ്ഞു, ഇല്ല, ഞാൻ പോവുകയാണ്, എനിക്കതാണ് എൻ്റെ വിളി എന്നുള്ളത്. ആ വിളി വളരെ കറക്റ്റായിരുന്നു എന്ന് അന്വർത്ഥമാക്കിക്കൊണ്ട് നീണ്ട 25 വർഷം തൻ്റെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് വേണ്ടിയും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റാണിമയ്ക്ക് എല്ലാവിധ ആശംസയും നേരുന്നു. ആ കൂടെ തന്നെ പറയുവാണ്, 99-ലായിരിക്കും സിസ്റ്ററായത്. 2000-ൽ ഞങ്ങളുടെയും കല്യാണം കഴിഞ്ഞ് ഇന്ന് വിവാഹ വാർഷികം 24ാമത്തെ വിവാഹ വാർഷികം ഞങ്ങളും ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെയൊക്കെ ഓർക്കുക. അടുത്ത വർഷം ഞങ്ങൾ ജൂബിലി ആഘോഷിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിലൊക്കെ ഉണ്ടാകുവാനും സിസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ പ്രാർത്ഥന ഉണ്ടാകണം. അതുപോലെ കാവാലം കുടുംബത്തിനും പ്രിയപ്പെട്ട, അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി സ്നേഹമുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ SH സിസ്റ്റേഴ്സിൻ്റെയും, ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാം കരിക്കാട്ടുകാരിയാണ്, SH സിസ്റ്റേഴ്സിൻ്റെയും CMI അച്ഛന്മാരുടെയും ഒക്കെ ഒരുപാട് പിന്തുണ ഉണ്ടായിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ CMI അച്ഛന്മാർ, CMI സഭയോടും SH കോൺഗ്രിഗേഷനോടുമുള്ള നന്ദി കടപ്പാടും ഈ അവസരം അറിയിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ കാവാലം ഫാമിലിക്കും പ്രിയപ്പെട്ട റാണിമയ്ക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇപ്പം തന്നെ പോവുകയാണ്. നമ്മുടെ ഫൊറോന പള്ളിയിൽ 2 ഡീക്കന്മാർ അച്ഛനായിട്ടുണ്ട്. രാവിലെ ഒന്ന് ഓടിപ്പോയി അവരുടെ ചിന്തനം ഒന്ന് കണ്ടു, പരിപാടിയിൽ പങ്കെടുത്തു. ഇനി ബാക്കി ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഒന്ന് അങ്ങോട്ട് ഓടിപ്പോകണം. അതുപോലെ വേറൊരു കല്യാണമുണ്ട്, ഗ്രാമസഭയുണ്ട്, എല്ലാം ഒന്ന് ഓടിയെത്തണ്ട. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എല്ലാവർക്കും എല്ലാവരും ആശംസയും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഔദ്യോഗിക പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിൻ്റെ യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ വളരെ എളിമയോടും പുഞ്ചിരിയോടും കൂടെ സ്നേഹോജ്ജലമായ സന്ദേശം നമുക്കായി നൽകിയ ശ്രീമതി സുനി വർഗീസിന് നമുക്ക് നന്ദി പറയാം. ദൈവവിളികളാൽ സമർത്ഥമായ നമ്മുടെ വള്ളംചിറയുടെ സമർപ്പിതരെയും പുരോഹിതരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളുടെ ഇടവകയിൽ തന്നെ ജനിച്ചു വളർന്ന് പുരോഹിതനായി സഭയിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റും എടുത്തിരിക്കുന്ന, നമുക്ക് ഏവർക്കും പരിചിതനും ഏതൊരു പരിപാടികൾക്കും ഓടിയെത്തുകയും ചെയ്യുന്ന, നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മളുടെ രമ്യ അച്ഛനെ ആശംസകൾ അർപ്പിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. സന്ധ്യയ്ക്ക് വചനം ഇങ്ങനെ വരുവാണ്. വിശന്ന് വരുന്ന ജനത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അങ്ങനെ അനുകമ്പ തോന്നി. 1 മണി കഴിയും
ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ആശംസയാണ്. ഞാൻ ഇന്നലെ ഇവിടെ വിശുദ്ധ അർപ്പിക്കാൻ വന്നിരുന്നു. കാരണം ചില കുടുംബങ്ങളുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ്. ഒരു പക്ഷേ വിശുദ്ധ കുർബാന ആഘോഷമായി അർപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ് ട്രാൻസിഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെയും ഇങ്ങനെ ആശംസ പറയുമ്പോൾ നിൽക്കേണ്ടി വരുന്നത്. കാരണം അതുപോലെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ് കാവാല കുടുംബം. എൻ്റെ പെങ്ങളുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് റാണി സിസ്റ്റർ ആനി. അതോടൊപ്പം തന്നെ ബീനായും ഈ റീനായ്ക്ക് എന്തുമാത്രം പ്രസംഗം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്രദറായിരിക്കുമ്പോൾ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നന്ദിയൊന്നും നമ്മളെ കാണിച്ചിട്ടേ ഇല്ല. തുടർന്ന് കാണിക്കാവുന്നതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് കാണിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സമയം കൂടെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ബന്ധമുള്ളൊരു കുടുംബമാണ്. ഇന്നലത്തെ ആണെങ്കിൽ ഞാൻ അവസരത്തിൽ അത് ഒരുമിച്ച് പഠിച്ചാണ്. ചേച്ചി 7ാം ജന്മദിനമായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് പട്ടം കൂടേണ്ട ആളാണ്. പക്ഷേ ഞാൻ ഈ കുടുംബത്തോടുള്ള അടുത്ത ബന്ധങ്ങളാണ് വന്നത്. എന്തായാലും നിങ്ങളത് സിസ്റ്റേഷനെ വിലയിരുത്തുന്നത് ഒരു ജസ്മിൻ സിസ്റ്ററിനെ ഒരു ലൂസി കളപ്പുരയെ കണ്ടിട്ടായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ 1 ലക്ഷത്തോളം സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ 35,000 സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നു, സേവനം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും അച്ഛന്മാർ ഏകദേശം 9,000 വൈദികരാണ് സീറോ മലബാർ സഭയിലുള്ളത്. ഒരു വൈദികനെ വിശ്വസിക്കുന്നോ എന്തെങ്കിലും ഒരു ഇടർച്ച വരുമ്പോൾ സഭയെ വിമർശിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഇങ്ങനത്തെയുള്ള ജൂബിലി ആഘോഷങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കേണ്ട പല സ്ഥാപനങ്ങളുണ്ട്. 2016 ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സീറോ മലബാർ സഭയിലുണ്ട്. അതിൽ ഏറിയവർ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് സൂക്ഷിക്കുന്നത്. ദൈവപരിപാലന ഭവനിൽ 52 സിസ്റ്റേഴ്സ് രാവിലെ 200ഓളം അംഗവലിയുള്ള കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സഭയെ വിമർശിക്കുമ്പോൾ ടെലിവിഷനിലൊക്കെ കാണുന്ന ചില ചെറിയ പോരായ്മകൾ മാത്രമെടുത്ത് അത് പർവ്വതീകരിച്ച് ടെലിവിഷനിൽ കാണുമ്പോൾ അത് സഭയെ വിമർശിക്കാൻ ചിലപ്പോൾ പക്ഷേ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന സംഭവമായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞേ മതിയാവും. പിന്നെ നിർമ്മൽ വിനായകൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകമുണ്ട്. അതിസുന്ദരമായ പുസ്തകമാണ്, പുറത്താനുകാരനാണ്. ഞാൻ പണ്ട് വായിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു സിസ്റ്ററിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹം എവിടെയോ പഠിക്കാൻ പോയപ്പോൾ ഒരു കമ്പിളിപ്പത് പയച്ചു കൊടുത്തു സിസ്റ്റർ. അവിടെ ഭയങ്കര തണുപ്പുള്ള സമയം. അങ്ങനെ സിസ്റ്റേഴ്സ് ഈ ലോകത്ത് ഒരു പക്ഷേ വൈകിട്ട് ഒരു ദിവസം പണി മുടക്കിയാലും എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ സിസ്റ്റേഴ്സ് ഒരു ദിവസം പണി മുടക്കിയാൽ ഒത്തിരി പേരുടെ ജീവൻ അപകടത്തിലാകുമെന്നത് സത്യമാണ്. എത്രയോ പേരെ ശുശ്രൂഷിക്കും. കുഷ്ഠരോഗികൾ, ഈ അംഗവലിയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ദൂരമൊന്നുമില്ല, 10-14 കിലോമീറ്റർ ഉള്ളൂ. കുന്നനാട്ടിൽ ഒരു ദിവസം കാണുക 52 സിസ്റ്റേഴ്സാണ്, 200ഓളം അംഗവലികളുള്ള കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ അമ്മമാർ വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങൾ, ഗർഭിച്ചതിന് നടത്താൻ ശ്രമിച്ചിട്ട് കുഞ്ഞ് പോകാതെ വന്ന ആ കുഞ്ഞുങ്ങൾ, അംഗവലികളുള്ള കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന വലിയ സേവനത്തെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഓഫ് കോഴ്സ് സിസ്റ്റർ റാണി ഈ 25 വർഷം ഒത്തിരി സേവനം ചെയ്തു. അതോടൊപ്പം ഞാൻ പറയുകയാണ്, സന്യാസിനികൾ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ആ സേവനം അച്ഛന്മാർ ചെയ്യുന്നില്ലെന്നല്ല കേട്ടോ. അച്ഛന്മാർ ഇതുപോലെയൊക്കെ സേവനം നടത്തുന്നവരുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിസ്റ്ററിന് നന്ദിയോടെ ഓർക്കുന്നു. ഈ സഭയിൽ 1 ലക്ഷത്തോളം സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത്, ഒപ്പം 36,000 സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്ന നമ്മുടെ സീറോ മലബാർ സഭ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ദൈവവിളിയ സമർത്ഥമാണ്, ശരിയാണ്. ഇപ്പോൾ വിളി പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ ചെയ്യുന്ന സേവനത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഓരോ പള്ളിയിലും എന്നാൽ സേവനമാണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പബ്ലിക് ഫിഗറായി നമ്മുടെ അച്ഛന്മാരെയൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ 9 വർഷമായി ആര്യങ്കാവ് എന്ന സ്ഥലത്ത് സിസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുനലൂർ മഠത്തിലെ മദറാണ്. എന്തായാലും റാണിമയിലൂടെ ഈ വളഞ്ചേട്ടകളിലേക്ക് ഏകദേശം 52ഓളം സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. 25 വൈദികരുണ്ട്. ലോകത്തിൽ തന്നെ ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് ഈ സ്ഥലം വരുമെന്നാണ് എനിക്ക് കരുതുക. എനിക്കൊന്ന് പാലായിലൊരു ഇടവകയാണ്. ഈ നമ്മുടെ ആനുപാതികമായിട്ട് നോക്കുമ്പോഴാണ് പറയാം 100 ശിഷ്ടം വീട്ടുകാരിൽ നിന്നാണ് 52ഓളം സിസ്റ്റേഴ്സ്. 25ാമത്തെ വൈദികനാണ് ഏർക്കടദാശൻ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമ്പന്നമായ ഇടവകയാണ്. നല്ലൊരു ബിഷപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഇടവക സഭാ ചരിത്രത്തിൽ തന്നെ വിലപ്പെട്ട ഒരു സ്ഥാനമുള്ള ഇടവകയാണ്. അതുകൊണ്ട് ഞാൻ ദേവശാനെയും എസ്എംആൻ്റെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരും ഞങ്ങളോട് ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും സമുദായത്തിനും നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ കാണുന്നതിക്ക് എല്ലാ ആശംസകളും. അത് ഹൃദയം നിറയെ നന്ദിയായതുകൊണ്ട് അത് വാക്കുകളായി പുറത്തേക്ക് വരാത്തതാണെന്ന് ഈ 10-24 വർഷത്തിന് ശേഷം ഞാൻ അച്ഛനെ അറിയിച്ചു കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പുസ്തകം എഴുതി തന്നതിലൂടെ ഞാൻ നേടിയെടുത്തിട്ടുള്ള ഒത്തിരിയേറെ ക്ലാസ്സുകൾ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ വരാൻ റെഡിയാണെങ്കിൽ അച്ഛൻ അതിൽ നല്ലൊരു ചായ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അച്ഛനോട് വാഗ്ദാനം ചെയ്യുന്നു. നല്ലൊരു സന്ദേശം നമ്മൾക്കായി നൽകിയ റെന്നി അച്ഛന് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിനുമുള്ള സ്നേഹം അർപ്പിച്ചുകൊള്ളുന്നു. റാണിമയുടെ കുഞ്ഞുനാളിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകിയ മത അധ്യാപകനായിരുന്ന ജിജി സാറിനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ
വേദിയിലിരിക്കുന്ന സംപൂജ്യരെ, കൊല്ലറച്ചൻ പറഞ്ഞതുപോലെ തന്നെ ഭാഷണക്കാർ അവർ റെഡിയായിട്ടിരിക്കുന്നു. അപ്പം ഈ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിച്ചോളാം. റാണിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചില കൊച്ചു കാര്യങ്ങൾ, ഈ സന്യാസത്തെക്കുറിച്ചോ സമർപ്പിത ജീവിതത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ കുറച്ചൊക്കെ ഇന്നലെ കാണാൻ പഠിച്ചൊക്കെ വെച്ചാൽ അതെല്ലാം അച്ഛന്മാർ പറഞ്ഞു. അതുകൊണ്ട് ഇനി അത് ഞാൻ വിടുന്നില്ല, അതിലേക്ക് പെടുന്നില്ല. റാണിയുടെ ബാല്യകാലത്തിൽ ഞങ്ങളിവിടെ സൺഡേ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷം ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും. അപ്പം ഈ ഇവർ മഠത്തിനടുത്ത്, മഠം ഇവരുടെ വീടിനടുത്തേക്ക് വന്നു. മഠത്തിനടുത്തല്ല, മഠം ഇവരുടെ വീടിനടുത്തേക്ക് വന്നപ്പം ബീന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ബീന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സൊക്കെ ഈ വെക്കേഷൻ പരിപാടിക്കായിട്ട് ചെല്ലുമ്പോൾ ബീന ആദ്യമേ പറയും, റാണി മലത്ത് പോകുന്നുണ്ടേ എന്ന് പറയും. കാരണം ബീനായോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി ബീനായോട് പറയും, എനിക്ക് രക്ഷയാണ് റാണിയുള്ളത്. കാരണം റാണി ചെറുപ്പം മുതൽ, റീന പറഞ്ഞു 15ാമത്തെ വയസ്സിലാണ്, ഒന്നുമല്ല. അതിനൊക്കെ മുമ്പ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബീന ചിലപ്പോൾ ഈ ട്യൂഷനൊക്കെ വരുമ്പോൾ എന്നോട് പറയും, അവർക്ക് അതാണ് പറ്റിയെന്നാണ് തോന്നുന്നത്. പറയുന്നതാണ് അവൾ തന്നെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഈശോയ്ക്ക് ഒരു പൂന്തോട്ടമുണ്ട്, അതിനകത്ത് കുറേ കാവൽക്കാരുണ്ട്, അതിലുള്ള ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ബീന എന്നോട് വന്ന് പറയുന്നതാണ്. അവളെ ചോദിക്കണം കേട്ടോ, അവൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ചെറുപ്പം മുതലേ സന്യാസിനിയാകാനായിട്ട് ഉരുന്തി വെച്ച ഒരു ജീവിതമായിരുന്നു റാണിയുടെ. ആത്മാർത്ഥമായിട്ട്, തികഞ്ഞ ആത്മാർത്ഥതയോടെ പറയാൻ എനിക്ക് സാധിക്കും. പിന്നെ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ ആദ്യകാലത്തായിരുന്നു ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കൊരു തീക്ഷ്ണതയൊക്കെ കൂടുതലായിരുന്നു. അവിടെ ഞാൻ ഇവർക്ക് ഒരു മാർക്കുകൾ കൊടുക്കുമായിരുന്നു. എന്നും പള്ളിയിൽ വരുന്നതിന് മാർക്ക്, പിന്നെ ഓരോ കാര്യങ്ങളും കുർബാന സ്വീകരിക്കുന്നത്, എല്ലാവരും കുർബാന സ്വീകരിക്കില്ല, കുർബാന സ്വീകരിക്കുന്നതിന് മാർക്ക്, ശനിയാഴ്ച പള്ളി വരുന്നതിന് മാർക്ക്, ഇടദിവസം പള്ളി വരുന്നതിന് മാർക്ക്, പിന്നെ പരീക്ഷയുടെ മാർക്കുകൾ എല്ലാവരും കൂടി അവസാനം ഒരു സമ്മാനം കൊടുക്കുമായിരുന്നു. ആ സമ്മാനം അന്നത്തെ കാലത്ത് വാങ്ങിച്ച 1ാം സ്ഥാനം മേടിച്ച ആളാണ് റാണി. എൻ്റെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 2ാം സ്ഥാനം മേടിച്ച ആൾ സോണിയാണ്, കാളിയാനിലെ സോണിയെയും സിസ്റ്ററാണ്. പിന്നെ ആണുങ്ങളിൽ തന്നെ 1ാം സ്ഥാനം മേടിച്ച ആളിനെ ഇന്നിവിടെ നമ്മളോടൊപ്പം ഓർഗൻ വായിക്കാനുണ്ടായിരുന്നു ജെയിംസ്. വിനീഷത്തിന് ഒരു പ്രാവശ്യം അത് ലഭിച്ചതായിട്ട് എനിക്കൊരു ഓർക്കുന്നില്ല. ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. റാണിക്ക് കൊടുത്താലൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ പോയി അവിടെ കാലി കയറുന്നില്ല. അപ്പോൾ എല്ലാവരുടെ ആശംസകളും റാണിക്ക് നേരുകയാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് റാണിയെ കണ്ടപ്പോൾ ശവസംസ്കാരം സംബന്ധിച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു, റാണി പുനലൂരിലെ മദറാണല്ലേ? മദറെന്നൊന്നും പറയണ്ട കേട്ടോ, ഇത്രയേ ഉള്ളൂ റാണിയുടെ ലോഹ്യം. റാണി ഒരു പാവമാണെന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ച വീണ നേരത്തെ ഒരു ഖണ്ഡിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല. റാണി ഒരു പ്രാർത്ഥനയുള്ള ആളാണ്, സേവന സന്നദ്ധയാണ്. പുനലൂർ താമസിച്ചുകൊണ്ട് ആര്യങ്കാവിൽ പോയി ജോലി ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു വലിയ ആര്യങ്കാവിലേക്ക് ഞാൻ മലപ്പുറത്തിരുന്നപ്പോൾ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദൂരം ഒത്തിരി ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യുക, ഒത്തിരി സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട റാണിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി റാണിയുടെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. തുടർന്നും ഇടവകയ്ക്ക് വേണ്ടി റാണിയുടെ പ്രാർത്ഥനകൾ ഞാൻ യാചിക്കുന്നു. ഒപ്പം റാണിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇടവകയുടെ നാമത്തിൽ നേർന്നുകൊണ്ട് നന്ദി. സ്നേഹവാത്സല്യത്തോടുകൂടി റാണിമയ്ക്ക് ആശംസകൾ അർപ്പിച്ച ജിജി സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ക്രിസ്തുമസിന്റെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാമുമായി നമ്മുടെ മുമ്പിൽ എത്തുന്നു ഫിയോണ മേരി ജോബിയും ക്രിസ്റ്റോ ജോബിയും.
shining, jingle bell time, snowing and blowing, our bushes are flying. Now the jingle hop has begun. Jingle bell, jingle bell, jingle bell rock. Jingle bells are shining, jingle bell time, dancing and prancing in Jingle Bell Square. In the frosty air, what a right time, it's the right time to rock the night. Jingle bell time, it's the time to go gliding in a one-horse sleigh. Jingle, jingle, pick up your feet, jingle around the clock. I'm gonna stand in the jingling beat. That's the jingle bell, that's the jingle bell, that's the jingle bell ride. Jingle bell, jingle bell, jingle bell ride. Jingle bell, jingle bell, jingle bell Thank you, Fiona and Christoph, for your amazing performance. ഈ കൊച്ചുകുട്ടികളെ നമുക്ക് ഒന്നുകൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി റാണി ഇപ്പോൾ അംഗമായിരിക്കുന്ന പുനലൂർ തിരുഹൃദയ ഇടവകയിൽ നിന്നും എത്തിയവരുടെ പ്രതിനിധിയായി ആശംസകൾ അർപ്പിക്കുവാനായി അനുഗ്രഹീത ഗായകനും കൂടിയായ ശ്രീമാൻ മനോജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട റാണിയമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനിയമ്മ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഈ നാട്ടുകാരെ, തിരുഹൃദയ ഇടവകയെ പ്രതിനിധീകരിച്ച് എന്നോടൊപ്പം വന്ന എൻ്റെ സൗഹൃദങ്ങളെ, ആനിയമ്മ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഞാനൊരു 2 വരിയായിട്ട് ഇവിടെ മൂളുകയാണ്. നന്ദിയല്ലാതെ എന്തു ചൊല്ലണം, നല്ലവരേകിയ നന്മയ്ക്കായി, നന്മയാലെല്ലാം ഒരുക്കിയ നല്ലവനേകുന്നു നന്ദിയായി. പാഴ്മുളം തണ്ടായൊരെന്നിൽ നിൻ സ്നേഹശ്വാസം നിറച്ചതാണോ? നന്ദിയല്ലാതെ ആനിയമ്മയ്ക്കും ആനിയമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മൾക്കും പറയാൻ പറ്റത്തുണ്ട്. ആനിയമ്മയെ ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി. കാരണം ആനിയമ്മയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആനിയമ്മയെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇത്രയും വലിയ ഒരാളാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ കാണുന്ന ആനിയമ്മ, ഞാൻ കണ്ട ആനിയമ്മ എന്ന് പറയുന്നത്, ഞാൻ ഈ കൂടുതലും ഈ സങ്കീർത്തിയിലൂടെ മാത്രം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളാണ്. 99% അങ്ങനെ തന്നെ ആയിരിക്കും. ആനവാദിലൂടെ അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ ഈ കുറേ നാളുകളായിട്ട് ഈ സങ്കീർത്തിയുടെ ഉള്ളിൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി നിൽക്കുന്ന ആനിയമ്മയെ ഞാൻ സ്ഥിരം കാണാറുണ്ട്. ആ പുഞ്ചിരിയോട് കൂടിയായിരിക്കും എന്നെ ദേവാലയത്തിലേക്ക് ആനിയമ്മ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു പുഞ്ചിരിയല്ല, ഇത് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു പുഞ്ചിരിയാണ്. ഇതിനും അപ്പുറത്ത് ആകർഷകമായ, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പുഞ്ചിരി നൽകാൻ കഴിവുള്ള ഒരു ആനിയമ്മയെ ഞാൻ നിത്യവും കാണാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സൺഡേ സ്കൂൾ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുട്ടികളാണ് ഈ ബൈബിൾ പ്രശ്നോത്തരി മത്സരങ്ങൾക്ക് സ്ഥിരമായി പ്രവണത തലത്തിലും അതിരൂപത തലത്തിലുമൊക്കെ വിജയം നേടുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണി എന്ന് പറയുന്നത് ആനിയമ്മയാണ്. എങ്ങനെ പിള്ളേർ പഠിക്കുമെന്നുള്ളതിനല്ല, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് വ്യക്തമായും കൃത്യമായിട്ടും അറിയാവുന്ന ഒരമ്മയാണ് ഞങ്ങളുടെ ആനിയമ്മ. പിന്നെ ഇവിടെ സാറ് പറഞ്ഞു കേട്ടായിരുന്നു, ഈ സ്വർഗത്തിലൊരു പൂന്തോട്ടമുണ്ട്, അവിടുത്തെ ഒരു പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരിയായിട്ട് നിൽക്കാനാണ് ആനിയമ്മയ്ക്ക് ആഗ്രഹം. അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതാണ്, അവിടുത്തെ കാവൽക്കാരിയായിട്ടല്ല, അവിടുത്തെ റാണിയായി തന്നെ ഈ ആനിയമ്മയ്ക്ക് അവിടെ കഴിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കേട്ട് പറഞ്ഞ ഒരു കഥയുണ്ട്. ജെറിക്കോ പട്ടണത്തിലൂടെ
ഒരു വലിയ മനുഷ്യൻ കടന്നു വന്നപ്പോൾ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഒരു കുറിയ മനുഷ്യൻ അവിടെ ഒരുപാട് ശ്രമിച്ചിട്ട് അവസാനം സിക്കമൂർ മരത്തിൻ്റെ മുകളിലേക്ക് കയറി അവൻ്റെ ആഗ്രഹം സാധിച്ചത്. അതേപോലെ ഒരു കഥയാണ് 15 വർഷത്തിനപ്പുറം വളരെ വലിയൊരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്ന് അവൾ വീട് വിട്ടാണ്. ഒരാൾ കയറിപ്പോയെങ്കിൽ മറ്റൊരാൾ വീട് വിട്ട് ഇറങ്ങി വന്നൊരു കഥ. ആ കഥ ഇന്നും തുടരുകയാണ്. ആ കഥയിൽ യാദൃച്ഛികമായി വല്ലപ്പോഴും ഒക്കെ കണ്ടു പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്നവരൊക്കെ ആയിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അപ്പോൾ ആഗ്രഹം ഒരിക്കലും കെടാതെ സ്വർഗത്തിൻ്റെ റാണിയായിട്ട് ഈ അമ്മയ്ക്ക് വാഴാനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. 25 എന്നുള്ളത് വളരെ ചുരുങ്ങിയ ഒരിതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ 10,100-നപ്പുറം ദിവസങ്ങൾ, ഓരോ ദിവസത്തിൻ്റെയും കാര്യങ്ങൾ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പുണ്യമതിയായിട്ടുള്ള ഒരു സിസ്റ്ററായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം നമുക്കൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ആനിമയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഉണ്ടാകുമെന്നാലും നിൻ കൂടെ എന്നും ഞങ്ങൾ തൻ ജപമാല തഴുകുന്ന പവനന. ഈ ഉറപ്പ് നമുക്കെല്ലാവർക്കും ഈ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം. ഉണ്ടാകുമെന്നാലും നിൻ കൂടെ എന്നാലും ഞങ്ങൾ തൻ ജപമാല തഴുകുന്ന പവനനായി. അമ്മയെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ, ആശംസകൾ. ഞങ്ങൾ ഇവിടെ ഒത്തിരി നന്ദി. യുടെ ഹൃദയപൂർവമായ സ്നേഹം വാക്കുകളിലൂടെയും ഗാനങ്ങളിലൂടെയും പകർത്തിയ ശ്രീമാൻ മനോജിന് ഹൃദയപൂർവ്വം നന്ദിയുടെ നർമ്മരകൾ അർപ്പിക്കുന്നു. അടുത്തതായി സഹപാഠിക്കൊരു ഗാനവുമായി വള്ളഞ്ചേരിയുടെ ഗാനഗന്ധർവൻ ശ്രീ ജേസുകുട്ടി പുളിന്തറ വേദിയിലെത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വള്ളഞ്ചേരിയുടെ ഗാനഗന്ധർവനൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ വലിയ ഒരു ഇടവക്കാരെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ പഠിച്ച റാണിക്ക് വേണ്ടി ഒരു ചെറിയ ഗാനം.
പ്രാർത്ഥിച്ചുകൊണ്ട് തുടരാവുന്നതാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയ വൈദികരെ, ജൂബിലിയെ, ഞങ്ങളുടെ റാണി, പ്രിയപ്പെട്ട റാണി, അവരുടെ മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട വ്യതിയാനങ്ങളെ, സ്നേഹിതരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട്, when the heart is full, words are few. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാൻ വാക്കുകൾ വളരെ ചുരുക്കമാണ്. സന്യാസ ജീവിതം, ജൂബിലി ആഘോഷങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. കുഞ്ഞുനാളിലെ ഊഞ്ഞാലാടാൻ പോയ ഒരു ചിത്രം. ഈ ഊഞ്ഞാലാട്ടത്തെ സന്യാസ ജീവിതവുമായി ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഊഞ്ഞാലിൽ കയറിയതിനു ശേഷം ഊഞ്ഞാലിൻ്റെ പിന്നിലേക്ക് നമ്മൾ നടന്നു നീങ്ങാറുണ്ട്. ഇതിനെ സന്യാസ ജീവിതത്തിൻ്റെ ഭൂതകാലത്തോട് ഉപമിച്ചു പറയുവാനാണ് എനിക്കിഷ്ടം. സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളും പെരുമാറ്റ രീതികളിലുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂതകാലം. അവിടെ നിന്നും ഒരു പുതുപ്പ് കുതിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്, അതായത് സന്യാസ ജീവിതത്തിൻ്റെ വർത്തമാനകാലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥ. വൈകല്യങ്ങളും കുറവുകളും ഒക്കെ പരമാവധി പരിഹരിച്ചുകൊണ്ട് ജൂബിലി വർഷത്തിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കുവാൻ സാധിക്കും, ഇതൊക്കെ നമ്മളുടെ കഴിവുകളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല എന്ന്. ജൂബിലി വർഷം, ആ ജൂബിലി വർഷത്തിൽ നിന്നാണ് ഊർജം സംഭരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങാൻ സന്യാസ ജീവിതത്തിൽ സന്യാസികൾ അല്ലെങ്കിൽ സന്യാസിനികൾ മുന്നോട്ട് നീങ്ങുന്നത്. സന്യാസ ജീവിതമാണെങ്കിലും ആത്മായ കുടുംബജീവിതമാണെങ്കിലും എല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളും നിറഞ്ഞത് തന്നെയാണ്. ജീവിതത്തിലെ സന്യാസ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളെയും എല്ലാം നേരിട്ടുകൊണ്ട് ഇന്ന് ജൂബിലി വർഷം വരെ പ്രിയപ്പെട്ട റാണിയെത്തി നിൽക്കുന്നുവെങ്കിൽ ഞങ്ങളതിന് നന്ദി പറയുന്നത് പരമകാരുണികനായ ദൈവത്തോടും മാത്രമാണ്. ഈശോയുടെ
നക്ഷത്രമായ ഉണ്ണിമിശിഹായുടെ നിഷ്കളങ്കതയോടുകൂടി വളരെ നിഷ്കളങ്കമായ സ്വരത്താലും വാക്കുകളാലും റാണിമയ്ക്ക് ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ച നമ്മുടെ കുഞ്ഞുബോയ് ആക്സൽ അഗസ്റ്റിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി നമ്മളെല്ലാവരും റാണിമയെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനിയും റാണിമ നമ്മളെക്കുറിച്ച് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾക്കായി കാതോർക്കണം. വികാരിച്ച ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹസമ്പന്നരായ വളഞ്ചര ഇടവകളെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. സങ്കീർത്തനം 9:1. കർത്താവിൽ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോടും അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ എൻ്റെ എളിയ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളാണ് ഈ സങ്കീർത്തന വചനങ്ങളിലൂടെ പ്രകാശിതമാകുന്നത്. ദുർബലമായ എൻ്റെ മനുഷ്യ വ്യക്തിത്വത്തിൽ ദൈവം ചൊരിഞ്ഞ സന്യാസം എന്ന മഹാദാനത്തിന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയുകയും എൻ്റെ ഹൃദയം സന്തോഷാധിക്യത്താൽ നിറയുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യവും അചഞ്ചലമായ വിശ്വസ്തതയും അത്യുദാരമായ സ്നേഹവും എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു. അനുദിനവും എന്നെ താങ്ങുന്ന ത്രിയേക ദൈവം അനുനിമിഷവും എൻ്റെ ജീവിതത്തിൽ ചൊരിയുന്ന നന്മകളെ, അത്ഭുത പ്രവൃത്തികളെ ഈ സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നത് ന്യായവും യുക്തവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അർപ്പണ വഴിത്താരയിൽ നിന്നുകൊണ്ട് ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പിച്ച് ലോകത്തിൽ സാക്ഷി ജീവിതം നയിക്കുവാനും സുവിശേഷത്തിലെ നിർമ്മലനും ദരിദ്രനും അനുസരണമുള്ളവനുമായ മിശിഹായെ തിരുസഭയിലൂടെ ലോകത്തിന് ഉത്തരോത്തരം വെളിപ്പെടുത്തുവാൻ ഉതകുന്ന മഹനീയമായ ഈ ജീവിതാവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരുവാൻ സാധിച്ചത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കാതെ ഹൃദയഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്ന കർത്താവ് എന്നെ ഇഷ്ടപ്പെട്ട് അവിടത്തോട് കൂടിയായിരിക്കുവാൻ തെരഞ്ഞെടുത്തു. മനുഷ്യരുടെ മുൻപിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ എടുത്തു പറയത്തക്ക കഴിവുകൾ ഇല്ലാത്ത എന്നെ കുറവുകൾ മറന്ന് ഈശോ സ്വന്തമായി സ്വീകരിച്ചു. മോശയ്ക്ക് ഭർത്താവായി അഹരോനെ നൽകിയതുപോലെ എൻ്റെ കുറവുകളെ പരിഹരിക്കുവാൻ ഞാനായിരുന്ന ഓരോ സമൂഹത്തിലും നല്ല സഹോദരങ്ങളെ നൽകി ദൈവം എന്നെ ബലപ്പെടുത്തി. എൻ്റെ നല്ല ദൈവം ബാഹ്യ കഴിവുകളേക്കാൾ ഉപരി പലവിധ നന്മകളാൽ എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ആഗ്രഹത്തേക്കാൾ ഉപരി, പ്രയത്നങ്ങളേക്കാൾ ഉപരി അവിടുത്തെ സ്നേഹത്തിൻ്റെ കരുണയുടെ കയർ പിടിച്ച് നല്ല ദൈവം എന്നെ നയിക്കുകയായിരുന്നു. മിശിഹാനാഥന്റെ ജനനത്തിന്റെ മഹാജൂബിലി ആഘോഷിച്ച 2000 ആണ്ടിൽ ചാവറപിതാവിന്റെ തിരുനാൾ ഘോഷിക്കുന്ന ജനുവരി 3-ാം തീയതി സഭാവസ്ത്രം സ്വീകരിക്കുവാനും ആദ്യവ്രത വാഗ്ദാനം ചെയ്യുവാനും ദൈവം എന്നെ കനിഞ്ഞനുഗ്രഹിച്ചു. സന്യാസ ധർമ്മ നിർവഹത്തിനും തിരുസഭാ സേവനത്തിനും വിശുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്കുമായി എന്നെ വേർതിരിച്ച് പവിത്രീകരിക്കുവാൻ മാത്രം എന്നെ വിലയുള്ളവളായി കണക്കാക്കിയ ദൈവത്തിന് നന്ദിയാണ്
വ്യക്തിയായിരുന്നു. ഈശോയുടെ തിരുഹൃദയ മഹത്വത്തിനും സാധുജന സേവനത്തിനുമായി ധന്യനായ കതിരിക്കാട്ടിൽ മത്തായിച്ചിലൂടെ തിരുസഭയിൽ രൂപം കൊണ്ട സ്നേഹത്തിന്റെ കൂട്ടായ്മയായ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലായിരുന്നു ഈശോയുടെ തിരുഹൃദയത്തിലെ ജീവനും കരുണയും സ്നേഹവും ആവോളം നുകരുവാനും സഹചര്യത്തിലേക്ക് പകരുവാനും എന്നെ നിയോഗിച്ച ത്രിയേക ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ഉപരി ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന സന്ദർഭങ്ങളിൽ എന്റെ സന്യാസ സമൂഹ അധികാരികളിലൂടെയും ആത്മീയ പാലകരിലൂടെയും ദൈവം എന്നെ നേർവഴിയിലൂടെ നയിച്ചുകൊണ്ടിരുന്നു. ഇന്നുവരെ ഇടയിലായി കൂടെ നടന്ന് എന്നെ വഴി നടത്തുകയും എനിക്ക് ഉന്മേഷം നൽകുകയും നീതിയുടെ പാതയിൽ എന്നെ നയിക്കുകയും കൂടെ നടന്ന് എന്റെ ഭയത്തെ അകറ്റിയും അവിടുത്തെ നന്മയും കരുണയും എന്നിൽ നിറയ്ക്കുകയും ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമായ ദൈവം ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് വഴികാട്ടിയായി എന്നെ നയിക്കുമെന്നും എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിഞ്ഞ് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ ആനയിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. സന്തോഷകരമായ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കേണ്ട ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ഇന്നത്തെ ഈ സുദിനം അനുഗ്രഹീതമാക്കുവാൻ നേതൃത്വം നൽകിയ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വർഗീസ് നമ്പിമഠത്തിൽ അച്ഛനെ നന്ദിയോടെ ഓർത്ത് അച്ഛന്റെ പൗരോഹിത്യ ജീവിതം അനുഗ്രഹീതമാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമുക്ക് ഏവർക്കും പ്രിയങ്കരനും നലം തിരിഞ്ഞ സഭാചരിത്ര അധ്യാപകനും നല്ലൊരു മജീഷ്യനുമായ ബഹുമാനപ്പെട്ട രമ്യച്ഛന് ഹൃദ്യമായ രീതിയിൽ നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന മധ്യേ നല്ലൊരു വചന സന്ദേശം നൽകിയ സ്നേഹം നിറഞ്ഞ വിനീഷച്ചൻ ഈ ജൂബിലി ആഘോഷത്തെക്കുറിച്ച് ചിന്തിച്ച ആദ്യ നാൾ മുതൽ ആലോചനകൾ ചോദിക്കുവാനും അഭിപ്രായങ്ങൾ ആരായാനും ഏത് സമയത്തും സമീപിക്കാവുന്ന എനിക്ക് സഹോദര തുല്യനായ ഒരു വൈദികനാണ് പ്രിയപ്പെട്ട വിനീഷ് അച്ഛൻ. അച്ഛന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിനത്തിൽ എനിക്കായി പ്രാർത്ഥിക്കുവാൻ തിരക്കുകൾക്കിടയിലും കടന്നു വന്ന ഈ ഇടവകയുടെ മുൻ വികാരിയച്ഛന്മാരായ ബഹുമാനപ്പെട്ട ജോൺ മടത്തിപ്പറമ്പിൽ അച്ഛനെയും തോമസ് വാഴപ്പറമ്പിൽ അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. എന്റെ അപ്പച്ചായനെ കുറിച്ച് പറയുമ്പോൾ അപ്പച്ചായന്റെ പൗരോഹിത്യത്തിന് ശേഷം ആദ്യമായി അപ്പച്ചായൻ മാമോദിസ മുക്കിയത് എന്നെയായിരുന്നു. ആദ്യമായി അക്ഷരലോകത്തിലേക്ക് എന്നെ ആനയിച്ചതും അപ്പച്ചായനായിരുന്നു. എന്റെ ജീവിതത്തിലെ ഓരോ അവസരത്തിലും ജീവിതത്തിലെ സുപ്രധാന അവസരങ്ങളിലെല്ലാം എന്നോടൊപ്പമായിരുന്നു
സന്നിധിയിൽ സമർപ്പിക്കുന്നു. എനിക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന മരണം മൂലം വേർപിരിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട വല്യപ്പച്ചന്മാരെയും വെല്ലിപ്പച്ചന്മാരെയും ബന്ധുമിത്രാദികളെയും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ നിന്ന് മരണമൂലം വേർപിരിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിതരെ സമർപ്പിച്ച് അവരുടെയൊക്കെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരുന്നു ഇടവിടാതെ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് മുമ്പേ പോയിട്ടുള്ള സാക്ഷികളുടെ വഴിസമൂഹത്തെ മാതൃകയാക്കിക്കൊണ്ട് എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നോടൊപ്പം എന്നും ഉണ്ടാകുമല്ലോ. ജീവിത വ്യക്തതകളിൽപ്പെട്ട് ഓടിയല്ലാതെ ജാഗ്രതയോടെ കർത്താവിനെ തേടുവാനും ജീവിതത്തിന്റെ എല്ലാ ഗതിവിധികളിലും ഹൃദയശാന്തതയോടെ വ്യാപരിക്കുവാനും സദാ ദൈവഹിതം ആരാധനുവർത്തിച്ച വിശ്വനാഥനെ പോലെ എന്നും എപ്പോഴും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ വീഴ്ചകൾക്ക് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ യാചിക്കുന്നു. എന്നെ ക്ഷമാപൂർവ്വം ശ്രമിക്കുവാൻ ഇവിടെയായിരുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ പരിപാടികൾ ഏറെ കൃത്യമാക്കുവാനും കന്യാധ്വാനം ചെയ്ത ഏവർക്കും പ്രത്യേകിച്ച് പുനലൂർ ഇടവകയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഒരാളെ പോലും വിട്ടുപോകാതെ തന്റെ ചിന്താമണ്ഡലത്തിൽ എല്ലാവർക്കും സ്മരണയൊരുക്കിയ നമ്മുടെ റാണിമയ്ക്ക് നന്ദി പറയുന്നു. അടുത്തതായി റാണിമയ്ക്ക് ഒരു ജൂബിലി ഗാനവുമായി എത്തുന്നു റിയ മേരി ജോസഫും അമ്മക്കിളികളും. ഇനി